പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ എങ്ങനെ ക്യാരറ്റ് വിത്ത് ഏറ്റവും എളുപ്പത്തിൽ മുളപ്പിച്ചെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ആരോഗ്യത്തിന് ഏറ്റവും ഗുണം ചെയ്യുന്ന പച്ചക്കറികളിലൊന്നാണ് ക്യാരറ്റ്. നല്ല കാഴ്ചശക്തിക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ക്യാരറ്റിൻ്റെ നിത്യേനയുള്ള ഉപയോഗം വളരെയധികം സഹായിക്കുന്നുണ്ട്. ഒരു ശീതകാല പച്ചക്കറി ആയതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നവംബർ മുതൽ ജനുവരി വരെ നമുക്കിത് കൃഷി ചെയ്യാവുന്നതാണ്. ചട്ടിയിലോ ചാക്കിലോ ഗ്രോ ബാഗിലോ ഒക്കെ നമുക്കിത് കൃഷി ചെയ്യാം. ഞാനിത് ഇതുപോലുള്ളൊരു തെർമോക്കോളിൻ്റെ ബോക്സിലാണ് വിത്തിട്ടിരിക്കുന്നത്. ഇതുപോലെ ചാല് കീറിയെടുത്തിട്ടാണ് ഞാൻ വിത്തിട്ടത്. നിങ്ങൾക്ക് 3-4 വിത്ത് 5-6 സെൻറ്റിമീറ്റർ അകലത്തിൽ വിത്തിടാവുന്നതാണ്. ക്യാരറ്റിൻ്റെ വിത്ത് ഇടാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് നല്ല ഉറച്ച മണ്ണ് ഇതിന് ഉപയോഗിക്കാനേ പാടില്ല. നല്ല ഇളക്കവും വായുസഞ്ചാരവും ജൈവാംശമുള്ള മിശ്രിതമായിരിക്കണം നമ്മളിതിന് ഉപയോഗിക്കേണ്ടത്. ഞാനിതിൽ ഉപയോഗിച്ചത് 50% മണ്ണ്, 30% ചകിരിച്ചോറ്, ഒരു 20% മണൽ, ഇങ്ങനെയാണ് ഞാനിതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എന്നിവ ചേർത്തിളക്കിയ മണ്ണിലാണ് ഞാൻ വിത്തിട്ടത്. ഇതിൽ വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നമുക്ക് തെർമോക്കോളിൻ്റെ തരിയോ അല്ലെങ്കിൽ ഉമിയോ നമുക്കിതിൽ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വിത്തിടുന്ന സമയത്ത് അധികം ആഴത്തിൽ വിത്തിടാൻ പാടില്ല. അത് മുളച്ച് വരാനായിട്ട് ഒരുപാട് സമയമെടുക്കും. സാധാരണയായി 6-7 ദിവസത്തിനുള്ളിൽ വിത്ത് മുളച്ച് തുടങ്ങും. ആദ്യമുള്ള വളർച്ച വളരെ സാവധാനത്തിലായിരിക്കും. ഇതിന് നനവ് അത്യാവശ്യമാണ്, പക്ഷേ നമ്മൾ ഒരുപാട് വെള്ളം കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. വളരെ നൈസായ തണ്ടായതുകൊണ്ട് തന്നെ ചീഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു സ്പ്രെയർ വെച്ചിട്ട് നമുക്കിതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ 7 ദിവസത്തിന് ശേഷം നമ്മുടെ ക്യാരറ്റ് മുളച്ച് വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കാണുന്ന ചെറിയ കളകളൊക്കെ നമ്മൾ പറിച്ചു കൊടുക്കണം. ഇത് മുളച്ച് വന്ന ഉടനെ നമ്മൾ ഒരുപാട് വെള്ളം കൊണ്ടുപോയി ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് സ്പ്രെയർ വെച്ചിട്ട് മണ്ണിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി.